നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരിതന്ത്രി. നാളെ എത്ര മണിക്കാണ് അമാവാസി തുടങ്ങുന്നതെന്ന് ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ദക്ഷിണായനകാലം വർഷഋതു 1199 കർക്കിടക മാസം 19-ാം തീയതി ശനി ശുദ്ധകലിദിനം 18,72,060 ദിവസം ഉദയാൽ 24 നാഴികയ്ക്ക് മേളിലാണ് ശരിക്കും അമാവാസി തുടങ്ങുന്നത്. അത് പൂയ നക്ഷത്രത്തിൽ. അപ്പം നാളെ വൈകിട്ട് 3:59 മേലാണ് ശരിക്കും അമാവാസി തുടങ്ങുന്നത്. അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ സൂര്യൻ്റെ പുത്രനാണ് യമൻ. അതായത് ഒരു പകലിൻ്റെ അസ്തമനത്തിന് മുമ്പ് 6 നാഴിക ഉള്ളപ്പോഴാണ് ശരിക്കും ഈ അമാവാസി സങ്കല്പം നാളെ വരുന്നത്. അപ്പം അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ശരിക്കും തർപ്പണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് പിതൃതർപ്പണ പൂജ. അപ്പം ആ പിതൃതർപ്പണ പൂജ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യത പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. ഇതം ചാമുഷ്മികം കർമ്മം പിതൃമുക്തിപ്രദായകം എന്നാണ് പ്രമാണം. അപ്പം ഓരോ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും അതിൻ്റെ അന്തസ്സത്തോടുകൂടി അനുഷ്ഠിക്കാൻ തീരുമാനിക്കുക. ഒരുപാട് പേരുടെ ചോദ്യത്തിനുള്ള ഒരു ലഘു വിശദീകരണമാണിത്. കാര്യം എല്ലാവരുടെയും ചോദ്യത്തിൽ നാളെ വെളുപ്പാങ്കാലത്ത് 4 മണി മുതൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി മാത്രമാണ് ഞാൻ ഈ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, കർമ്മങ്ങൾ ഏതു തന്നെയായാലും നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിനൊരു കൃത്യത വേണം. പ്രത്യേകിച്ച് കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് പിതൃതർപ്പണ പൂജകൾ. അപ്പം പിതൃതർപ്പണ പൂജ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ പിതൃക്കളെയൊക്കെ ആ യമൻ്റെ ലോകത്തു നിന്നും സ്വർഗത്തിലായാലും നരകത്തിലായാലും അവിടെ നിന്നൊക്കെ നമ്മൾ ആത്മതർപ്പണം ചെയ്ത് അവരെ വിളിച്ചു വരുത്തിയതിന് ശേഷം നമ്മൾ വേണ്ട വിധിപ്രകാരമുള്ള ആചരണങ്ങളും ആചമനങ്ങളും ഒക്കെ കൊടുത്ത് തിരിച്ച് അവരെ വന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പറഞ്ഞയക്കുന്നു എന്നാണ് സങ്കല്പം. ഇത് നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരുന്നും ബലിതർപ്പണം ചെയ്യാം. അതിനിപ്പം ഓരോ സ്ഥലങ്ങളിൽ പോകണം എന്നൊന്നുമില്ല. കൃത്യമായി നമ്മൾക്ക് ചെയ്യാൻ അറിയത്തക്ക രീതിയിൽ ഒരാചാര്യൻ്റെ അടുത്ത് ചോദിച്ച് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നീട് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, പുറത്തു പോയി നമ്മൾ ചെയ്യുന്നത് വർക്കല പാപനാശനം ഉള്ളത് കൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും വർക്കല തന്നെ തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും നമ്മുടെ പിതൃക്കളെയൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇരുത്തുന്നതും അവിടെ തന്നെയാണ്. വേദാവിധി പൂജകളൊക്കെ ചെയ്ത് ഒരുപാട് പേര് പിതൃക്കളെ ഇരുത്താറുണ്ട്. ഒന്നുകിൽ ഇല്ലത്തിരുത്തും, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇരുത്താറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ക്ഷേത്രങ്ങൾക്ക് തന്നെ പ്രാധാന്യമുണ്ട്. അപ്പം അപ്രകാരം തന്നെ ബലിതർപ്പണം ചെയ്യാൻ ശ്രമിക്കുക. ശരിക്കും നാളെ ഈ 3:59 മേൽ, അതായത് 58 കഴിഞ്ഞിട്ടാണ് അമാവാസി തുടങ്ങുന്നത്. ഞായറാഴ്ച ഒരു ഉദയത്തിൻ്റെ പകുതി വരെയൊക്കെ അമാവാസി കിട്ടും. പക്ഷേ ബലിതർപ്പണം നാളെ തന്നെയാണ് ചെയ്യേണ്ടത്. നന്ദി, നമസ്കാരം.